ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയണേ, സർക്കാർ ജീവനക്കാർ ചെയ്യണ ചില കാര്യങ്ങൾക്ക് സാധാരണക്കാർക്ക് പണി കിട്ടാന്ന് പറയണത്, അത് എന്താ പറയണേ, അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ പ്രശ്നങ്ങളല്ല. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ ഇതിനകത്ത് ഇൻഷുറൻസിനകത്ത് ആഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇവിടുത്തെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിനും പൈസ അടയ്ക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഇന്നലെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാനായിട്ട് പോയപ്പോൾ അവർ പറയണത് എൻ്റെ റേഷൻ കാർഡിൽ വേറൊരു നമുക്കറിയ പോലും ഇല്ല, ശില്പ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പെൺകുട്ടിയുടെ പേര് ആഡായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിക്കും പിന്നെ എൻ്റെ അമ്മയ്ക്കും മാത്രമാണ് ഇൻഷുറൻസ് കാണിക്കണുള്ളൂ. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് വന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇൻഷുറൻസിൽ ആഡ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ശില്പ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ നമുക്കറിയ പോലും ഇല്ല. അപ്പോൾ ഈ സർക്കാർ ജീവനക്കാർ ഇത് ചെയ്യണവരുടെ കയ്യിൽ വരുന്ന ഈ പാകപ്പിഴകൾ കാരണം സാധാരണക്കാരാണ് വലയണത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണക്കാർ സർക്കാർ ആശുപത്രിയിലൊക്കെ വരുന്നത് എന്താ പറയണ, നമുക്ക് ഇവിടെയുള്ള എന്താ പറയണ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ സാമ്പത്തികം ശരിയല്ലാത്തത് കാരണമാണ് നമ്മളൊക്കെ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അവിടെയും ഈ സർക്കാർ ജീവനക്കാരൊക്കെ എന്ത് നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണതെന്ന് അറിയത്തില്ല. കറക്റ്റ് സമയത്ത് വരില്ല അവർ. കറക്റ്റ് സമയത്ത് അവർ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് നേരം അവർക്ക് ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. അപ്പോൾ ആ ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെയ്യാത്തത് കാരണമാണ് ഈ സാധാരണക്കാർ ഇത്തരം നിമിഷങ്ങളിലൊക്കെ വന്ന് വലയേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒരു അറിവിലേക്കായിട്ട് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. പലരും പെട്ടു പോകാറുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഇന്നലെ ഇൻഷുറൻസിൻ്റെ കൗണ്ടറിൽ നിൽക്കുമ്പോൾ വേറൊരു ആൾക്കാർ ഇതുപോലെ രാത്രി വന്ന് നിൽക്കും. അപ്പോൾ അവരേൽ ഇതുപോലെ തന്നെ പൈസ അടയ്ക്കാനായിട്ടില്ല. ബില്ല് വന്നപ്പോൾ പൈസ അടയ്ക്കാനായിട്ടില്ല. അപ്പോൾ അവർക്കാണെങ്കിൽ അത് ബില്ല് അടച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നലെ അവിടെ കൗണ്ടറിൽ വന്നിട്ട് നാളെ രാവിലെ അടച്ചാൽ മതിയോ എന്നൊക്കെ. അപ്പോൾ അവർ പറയണ കേട്ടു, അത് എപ്പോൾ അടയ്ക്കണു അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയണ കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും സാധാരണക്കാർക്ക് ഉണ്ട്, സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ പോലും. അങ്ങനെ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ. ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ പല വിമർശനങ്ങളും തോന്നാം. പക്ഷേ എൻ്റെ കാര്യം അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ.